സംഘടനയെ അഴിച്ചുപണിത് ശക്തിപ്പെടുത്തുന്ന വർഷമായിരിക്കും 2025 എന്ന പ്രഖ്യാപനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ളതാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മാറ്റങ്ങൾ. 2 സംസ്ഥാനങ്ങളിൽ പുതിയ ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല നൽകി. 9 സംസ്ഥാനങ്ങളിൽ പുതിയ ഇൻചാർജ് നിയമനമുണ്ടായി. പുതിയ നേതൃത്വത്തോട് അടുപ്പമുള്ളവരെന്ന് പുതിയ ചുമതലക്കാരെ എളുപ്പത്തിൽ തരംതിരിക്കാനും സാധിക്കും. എന്നാൽ OBC പട്ടിക വിഭാഗ ന്യൂനപക്ഷ പ്രാധാന്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് കൂടുതൽ പ്രകടം. ഇതോടെ നേതൃനിരയിൽ ഈ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം 75% ഉദയ്പൂർ ശിബിരത്തിലെടുത്ത തീരുമാനം നടപ്പാക്കുകയാണ് എന്നും നടപടിയെ പാർട്ടി നേതൃത്വം വ്യാഖ്യാനിക്കുന്നുണ്ട്. അഴിച്ചുപണിയെ തുടർന്നുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ഈ മാസം 19-ന് പാർട്ടി ആസ്ഥാനത്ത് ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഘടനയുടെ എല്ലാ തലങ്ങളിലും അഴിച്ചുപണിയുണ്ടാവുമെന്ന് കഴിഞ്ഞ ഡിസംബർ 26-ന് ബെളഗാവിലെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വ്യക്തമാക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ചുമതല ലഭിച്ച 11 പേരിൽ 5 OBC, പട്ടികജാതിയിൽ 1, പട്ടികവർഗത്തിൽ 1, ന്യൂനപക്ഷത്തിൽ 1, ഇതര വിഭാഗങ്ങളിൽ 3 എന്നിങ്ങനെയാണ് ഉള്ളത്. ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യവും എടുത്തു തന്നെ പറയേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരായ നസീർ ഹുസൈൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വിശ്വസ്തനാണ്. പഞ്ചാബിന്റെ ചുമതല ലഭിച്ച ജനറൽ സെക്രട്ടറിയായ മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന് പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണയുണ്ട്. ഹിമാചലിന്റെയും ചണ്ഡീഗഡിന്റെയും ഇൻചാർജ് രജനി പാട്ടീൽ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനാണ്. മറ്റുള്ളവർ രാഹുലിന്റെ ടീമിലുള്ളവരാണെന്നും വ്യാഖ്യാനിക്കാം. മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ 6 പേരെയാണ് ഒഴിവാക്കിയത്. ഇതിൽ ഹരിയാനയുടെ ചുമതലയുണ്ടായിരുന്ന ദീപക് ബാബുരിയുടെ ആരോഗ്യ പ്രശ്നവും ബീഹാർ ചുമതലയുണ്ടായിരുന്ന മോഹൻ പ്രകാശിന്റെ പ്രായവും നേതൃത്വം കണക്കിലെടുത്തിരുന്നു. ഭാരത് സിംഗ് സോളങ്കി ജമ്മു കാശ്മീരിലും അജയ് കുമാർ ഒഡീഷയിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിരുന്നില്ല. ഹിമാചൽ പ്രദേശിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് രാജീവ് ശുക്ല ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഡൽഹി PCC അധ്യക്ഷനായി തുടരുന്നതിനാലാണ് ദേവേന്ദർ യാദവിനെ പഞ്ചാബിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയതെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ബെളഗാവിലെ പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്ര കണ്ട് രൂക്ഷമായ സാഹചര്യമായതിനാലാണ് ഉടനെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചടല നീക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നതും. പ്രത്യേകിച്ചും ഇനി ബീഹാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു ഫലം. പ്രത്യേകിച്ചും ഹരിയാനയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അവസാന ലാപ്പിൽ കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന സാഹചര്യം BJPയുടെ വമ്പൻ കുതിച്ചുചാട്ടവും ഹരിയാനയിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഏത് വിധേനയും ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ സ്ഥിതിയിലുമാണ്. പ്രത്യേകിച്ചും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഡൽഹിയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രമേ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്നതും സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഒരു സീറ്റ് പോലും സ്വന്തമാക്കാനാകാതെ കോൺഗ്രസ് ഇത്തവണയും 0 എന്ന സംഖ്യ നിലനിർത്തുമ്പോൾ അത് വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷേ അതേസമയം 27 വർഷങ്ങൾക്ക് ശേഷമാണ് BJP ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിലെത്തിയത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അടുത്ത സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില്ലെങ്കിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള അഴിച്ചുപണികളെല്ലാം തന്നെ തുടങ്ങുന്നത്. എന്നാൽ അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ പുനഃസംഘടനയ്ക്കെല്ലാം തന്നെ വാഗ്ദാനം പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ പുനഃസംഘടന ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വലിയ മാറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും പ്രകടമായി യാതൊരു മാറ്റത്തിലേക്കും കേരളം എത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല മാറ്റം അത് താഴെത്തട്ടിൽ നിന്ന് മുകൾ തട്ട് വരെ എത്തും എന്ന വലിയ പ്രഖ്യാപനമുണ്ടായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കെ സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം പോലും നഷ്ടമാകും എന്നും വാർത്തകൾ പരന്നിരുന്നതാണ്. പക്ഷേ എന്നാൽ കെ സുധാകരൻ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് പിന്നീട് വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം ഈ പുനഃസംഘടനയിൽ കേരളത്തിൽ സംഭവിച്ചത്. എന്നാൽ സുധാകരനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് തന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. എന്നാൽ അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പുനഃസംഘടന ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിൽ നീളുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കും ഭിന്നിപ്പിലേക്കും അഥവാ തിരിച്ചടിയിലേക്ക് പോലും നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ തന്നെയാണ്. സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതേസമയം കോൺഗ്രസിന് അകത്ത് വലിയ തരത്തിലുള്ള ഭിന്നിപ്പുണ്ട് എന്ന തോന്നൽ ജനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള ഫലമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നത് യഥാർത്ഥത്തിൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നേർചിത്രം കൂടി ആയതിനാൽ തന്നെ ആ ഒരു തരംഗം യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയാണെങ്കിലും വലതുമുന്നണിയാണെങ്കിലും സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇടത് വലത് തമ്മിലുള്ള മുന്നേറ്റം മാത്രമല്ല BJP കരുത്താർജിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക.
ഇതുവരെയാണെങ്കിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു, ആര് അധികാരത്തിലെത്തുമെന്നുള്ള ചോദ്യത്തിനേറെ പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. BJP വലിയ തരത്തിലുള്ള മുന്നേറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2011 BJP ആദ്യമായി അധികാരം പിടിച്ചെടുക്കുന്നതിന് ശേഷം ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ BJPയുടെ അടിസ്ഥാന വോട്ടുകളുടെ എണ്ണത്തിലും വോട്ട് വർധനവിൽ ഗണ്യമായ തോതിൽ വർധനമുണ്ടായതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ അനിവാര്യമാണ്. പക്ഷേ അതേസമയം ദേശീയ തലത്തിൽ കൂടി കരുത്താർജിച്ച് കാണിക്കുക എന്നത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ്.